ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചി scookworld. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഹൈദരാബാദി ചിക്കൻ കറിയാണ്. വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസും സജഷൻസും ഇടാനും മറക്കണ്ട. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ്. കറി പീസിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, ഇതിൽ ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ കൂടുതൽ എൻ്റെ കറികളിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് കറിയിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഞാൻ പറഞ്ഞല്ലോ എരിവനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് മുളക് പൊടി എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചിക്കനിൽ ആവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീരും പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഏകദേശം 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. അപ്പോൾ ചിക്കൻ സോഫ്റ്റ് ആവും. ഒരു തൈര് ചേർത്തിരിക്കുന്നുണ്ട്, ചിക്കൻ സോഫ്റ്റ് ആവുകയും അതേപോലെ എരിവും പുളിയൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് മാറ്റി 1 മണിക്കൂറിൽ വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് ഇനി മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും. ഇതിത്രയും ആണ് നമുക്ക് മസാല തയ്യാറാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടുന്നത് പട്ട, ഗ്രാമ്പു, 2 ഏലക്ക, അതേപോലെ പട്ടയില, ബേ ലീഫ്. എനിക്ക് പച്ചയാണുള്ളത്, ഉണക്ക ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ വേണ്ടുന്നത് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ് വേണ്ടത്. അതേപോലെ പിന്നെ 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ വേണം. നല്ല കട്ടി തേങ്ങാപ്പാൽ, 1-ാം പാലായിട്ട് നമ്മൾ എടുക്കത്തില്ലേ, ആ തേങ്ങാപ്പാൽ കുറച്ച് നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുക്കാം. അതേപോലെ പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ആ ജീരകം മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, അതേപോലെ പട്ടയില, ഇത് ഇത്രയും ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് അതും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല രീതിയിലൊന്ന് മൂക്കണം. മൂത്ത് നല്ല ഒരു മണം വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് നമുക്ക് അതിലാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാളയായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കണ്ട 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്.
ഇതേപോലെ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ലല്ലേ ചിക്കനൊക്കെ വേവത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റായിട്ട് എൻ്റെ കറി തിളക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇളക്കി നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റും കൂടെ ഇത് വേവിക്കണം. എന്നാൽ മാത്രമേ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടി എണ്ണ നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് വരണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റായി. കണ്ടോ, ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. സ്പൈസി ഹൈദരാബാദി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നീണ്ട പ്രോസസ്സൊന്നുമില്ല, എളുപ്പത്തിന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക.